ജിങ്ണു പോവാണോ? ജിങ്ണു ഇനി എന്നാ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന കേട്ടോ, നമ്മുടെ അല്ല. ഞാൻ മുന്നേ വീഡിയോ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ചേച്ചിയും മോളും ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അവർക്ക് വീടൊക്കെ റെഡി ആയിട്ടുണ്ട്, ഒരു കുഞ്ഞു വാടക വീടൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, വേറെ കുറച്ച് സാധനങ്ങൾ വേറൊരു വീട്ടിലായിട്ടിരിക്കുന്നത്, കട്ടിൽ, ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ ഉള്ളത്. ഇവിടെ ഓൾറെഡി നമുക്ക് സാധനങ്ങളുണ്ട്, അതിൻ്റെ കൂടെ ഇടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അവർക്ക് പുതിയ വീട്ടിലോട്ട് ഷിഫ്റ്റാക്കി കൊടുക്കണം, അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. അപ്പം അതിന് മുന്നേ നമുക്ക് പോകുന്നതിനെക്കാട്ടി മുമ്പേ നമ്മുടെ അടുക്കളപ്പണിയൊക്കെ തീർത്തിട്ട് വേണമല്ലോ പോകാനായിട്ട്. അപ്പം രാവിലെ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാട്ടോ. ഇഡലിയും സാമ്പാറും ചമ്മന്തിയും, ഉച്ചരത്തേക്ക് കുറച്ച് ചീരയുണ്ട്, അതും തോരൻ വെക്കണം. ഇന്നലെ നത്തൊലിമീനില്ലേ, ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊഴുവാന്നാട്ടോ പറയുന്നത്. ഇപ്പം ഇവിടെ ഇഷ്ടം പോലെ കിട്ടും അത്. 1 കിലോയ്ക്ക് 60, 70, 100 രൂപ അത്രയേ ഉള്ളൂ, എങ്കിലും കൂടുതൽ കിട്ടും. അപ്പം അതൊക്കെ പറ്റിച്ചൊക്കെ ഇന്നലെ വെച്ചു രാത്രിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഇതെല്ലാം കേട്ടോ, അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലുള്ള നാടൻ വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചാനൽ സബ്ബാക്കാൻ മറക്കരുത്. തികച്ചും വളരെ സാധാരണക്കാരായ ഒരു വീട്ടമ്മ കേട്ടോ ഞാൻ. എൻ്റെ വീടും വാടകയാണ്, എൻ്റെ ചേച്ചിയും താമസിക്കുന്ന വാടക വീട്ടിലാണ്. അപ്പം അവിടുത്തെ പരിമിതമായ സൗകര്യങ്ങൾ നിന്നുകൊണ്ടുള്ള വീഡിയോ കേട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ക്യാമറ വെക്കുന്നിടത്ത് നല്ലോണം എടുക്കാൻ പറ്റത്തില്ല, എവിടെ നിന്നൊക്കെയാണോ സൂര്യപ്രകാശം വരുന്നത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീഡിയോയ്ക്ക് എന്തെങ്കിലും ക്ലിയർ കുറവുണ്ടെങ്കിൽ എല്ലാവരും സഹകരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ടേ. അവരെ അമ്മയും മക്കളും, അതായത് എൻ്റെ ചേച്ചിയും എൻ്റെ മക്കളും കൂടെ സാധനങ്ങളൊക്കെ കുറേശ്ശെ പാക്ക് ചെയ്യുക. അതായത് തുണിയൊക്കെ ആണെങ്കിലും ചാക്കിലൊക്കെ എല്ലാം കെട്ടിയൊക്കെ വെക്കണം. പാത്രങ്ങൾ, പൊട്ടുന്ന പാത്രങ്ങൾ വേറെ, ചട്ടി, കാല, അങ്ങനെ കുറേ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഈ വാടകയ്ക്ക് താമസിക്കുന്ന എന്നെപ്പോലുള്ള കുറച്ചധികം പേര് കാണുമല്ലോ ഇങ്ങനെ വാടകയ്ക്കൊക്കെ താമസിക്കുന്നത്, അവരൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സാധനങ്ങളൊക്കെ പെറുക്കുന്ന കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഏട്ടനാണെങ്കിൽ എപ്പോഴും പറയും, അച്ചു സാധനം ഒന്നും വാങ്ങിക്കരുത്, ഈ പറഞ്ഞ കണക്ക് സാധനം പെറുക്കുമ്പോൾ നമ്മൾ തന്നെ കഷ്ടപ്പെടണമെന്ന് പറയും. എങ്കിലും പെണ്ണുങ്ങളല്ലേ, സാധനമൊക്കെ കാണുമ്പം കുറച്ച് പ്രത്യേകിച്ച് ഈ പാത്രമൊക്കെ കാണുമ്പം കൊതി വരാത്ത പെണ്ണുങ്ങളുണ്ടോ. അപ്പം ഞാനും കുറേശ്ശെയൊക്കെ വാങ്ങിക്കും. എങ്കിലും അത് വാങ്ങിക്കുമ്പോഴും മനസ്സിലിങ്ങനെ പറയും, സാധനം പെറുക്കുമ്പം പാടാണല്ലോ എന്ന്. അപ്പോൾ അവൾക്കും ഉണ്ട് കേട്ടോ, എൻ്റെ ചേച്ചിക്കും ഉണ്ട് കുറച്ചധികം സാധനം, പാത്രങ്ങളും ഒക്കെ. അപ്പോൾ വേഗം തന്നെ അടുക്കളപ്പണിയെല്ലാം തീർത്ത് ചോറും ഒക്കെ വെച്ചു, ചീരത്തോരനും ഒക്കെ ആക്കി വെച്ചു. മോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞായിരുന്നു ഇലക്കറികളൊക്കെ ഇഷ്ടംപോലെ കൊടുക്കണേന്ന്. അപ്പം ചീര നേരത്തെ എല്ലാം വാങ്ങിച്ചു വെച്ചത്, അതെല്ലാം അരിഞ്ഞ് അതും എല്ലാം തോരനാക്കി വെച്ച കേട്ടോ. അപ്പോൾ ഇനി സാധനം പെറുക്കാനായിട്ട് പോകണം. ഇവർ നേരത്തെ പോയി ആ വീടൊന്ന് വൃത്തിയാക്കി, ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് സാധനങ്ങളെല്ലാം പെറുക്കി കൊണ്ടുപോയാൽ മാത്രം മതി. അതുമാത്രമല്ല, ഇങ്ങോട്ട് സാധനം എടുത്താൽ, നമ്മുടെ വീട്ടിലോട്ട് എടുത്താൽ നമ്മുടെ വണ്ടിക്ക് തന്നെ ഒരു 3-4 ട്രിപ്പ് അടിച്ചിട്ടാണ്. ഇപ്പം ഞങ്ങൾ ഓർക്കുന്നു, രാവിലെ ഒരു ഏസ് വിളിച്ചിട്ട് ഈ സാധനം എല്ലാം കയറ്റി, ഞാൻ പറഞ്ഞില്ലേ വേറൊരു വീട്ടിൽ സാധനങ്ങൾ ഇരിപ്പുണ്ടെന്ന്, അപ്പോൾ അതും കൂടി എടുത്തിട്ട് കൊടുത്തു വിടാമെന്ന് വിചാരിക്കുന്നു. ഒരു 600-700 രൂപയാവും ഒരു ട്രിപ്പിന് ഏസിൽ സാധനം കയറ്റി വിടണമെങ്കിൽ. അപ്പോൾ 2 വട്ടം ആകുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു 1500 രൂപയ്ക്ക് അടുത്ത് വണ്ടിക്കൂലി തന്നെ ആകുമേ. പിന്നെ നമ്മൾ ഈ വീടൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒത്തിരി പേരോട് വീട് ചോദിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മൾ ഈ ബ്രോക്കർമാർ വരുമല്ലോ, നമ്മളിങ്ങനെ എല്ലാവരോടും നമ്മുടെ വെപ്രാളം കൊണ്ടിട്ടും നമുക്ക് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് കിടക്കേണ്ടതെന്ന് തോന്നിട്ട് നമ്മളെല്ലാവരോടും പറയും എവിടെയെങ്കിലും ഒന്ന് വീട് റെഡിയാക്കി, അല്ലെങ്കിൽ എവിടെയെങ്കിലും വാടക വീടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ബ്രോക്കർമാർക്ക് എത്ര രൂപ വാടകയുള്ള വീടാണോ അവർ നമുക്ക് റെഡിയാക്കി തരുന്നത്, അത്രയും എമൗണ്ട് അവർക്ക് നമ്മൾ കമ്മീഷനായിട്ട് കൊടുക്കണം. അപ്പം എൻ്റെ ചേച്ചിയൊക്കെ ഈ പറഞ്ഞ കണക്ക് ആ ഒരു എമൗണ്ടും കൊടുത്തിട്ടാണ് വീടെടുത്തത്. പിന്നെ അമ്മയും മോളും മാത്രം ഉള്ളത് കൊണ്ടും ആ വീട്ടിലൊരമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. CCTV ക്യാമറയൊക്കെ വെച്ചൊരു കുഞ്ഞു വീടാണ്. അപ്പോൾ അവർക്കും പേടിക്കാതെ സുരക്ഷിതമായിട്ട് കിടക്കാൻ പറ്റുമല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്കും അതങ്ങ് എടുത്തതാണേ. അവരുടെ ചേട്ടൻ, അത് ചേച്ചിയുടെ ഹസ്ബൻഡ് പോയിട്ട്, അതായത് ചേട്ടൻ ഞങ്ങളെല്ലാം വിട്ടു പോയിട്ട് ഇപ്പോൾ ഈ ജൂലൈ 22-ാം തീയതി വരുമ്പോഴത്തേക്കും 12 വർഷമാവും. അതിനുശേഷം അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോ അമ്പലപ്പുഴ അമ്പലത്തിനടുത്തായിട്ട് അവർക്കൊരു ജോലി റെഡിയായി. പിന്നെ അവിടെ തന്നെ വാടകയ്ക്ക് ഇങ്ങനെ താമസിക്കുക. അപ്പം ഈ 10 വർഷം കണക്കാക്കാൻ നമുക്ക് വാടകയ്ക്ക് താമസിക്കും. അപ്പോൾ ഇത്രയും വർഷത്തെ സാധനങ്ങളും ഫർണിച്ചറും ഒക്കെ ഇല്ലേ, അപ്പോൾ ഇതെല്ലാം ഞാനും കൂടെ സഹായിച്ചാലേ അവർക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ബാക്കി ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങുക കേട്ടോ. നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങളുണ്ട്. ഏസിൽ ഞങ്ങൾ നേരത്തെ ബാക്കി സാധനങ്ങളൊക്കെ കയറ്റി വിട്ടേ. ഡൈനിങ് ടേബിളിൻ്റെ സ്റ്റാൻഡ്
ടേബിളിൻ്റെ ഗ്ലാസ് കൊണ്ടുപോയില്ല, അതിനകത്ത് കൊടുത്തിടാനൊരു പേടി. അതൊക്കെ നമുക്ക് കൊണ്ടുപോകണം. അപ്പം ഇത് അവരുടെ പൂച്ച കേട്ടോ, ജിങ്കുണു എന്നാണ് പേര്. ഭയങ്കര കുസൃതിയാണ്, അവൾക്ക് പോകാൻ ഭയങ്കര മടി. അവളെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുക കണ്ട, അവളെ കൊണ്ടുപോയിട്ട് അതേ സ്പീഡിൽ തിരിച്ച് കയറിയിട്ടുണ്ടേ. അപ്പം വാടകയ്ക്ക് താമസിക്കുന്നവരോടും പുറത്ത് നിന്ന് നമ്മളോട് ചോദിക്കുന്നവരുണ്ട്, നിങ്ങളിത് എത്ര നാളായിട്ട് ഈ വാടകയ്ക്ക് നിൽക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും 2 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. നമുക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നും അല്ലെന്നേ. സത്യം പറഞ്ഞാൽ ഈ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഒരു കല്യാണം വന്നാലോ ഒരു പെരവാസ്തുലി വന്നാലൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് പോകാൻ മടിയാണ്. അവിടെ ചെന്ന് അവിടെ നമ്മളെ കാണുമ്പോൾ ഇപ്പോഴും വാടകയ്ക്ക് തന്നെ അല്ലേ, ഒരു മാറ്റവും ഇല്ല. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്നോട് വലുത് ചെയ്ത പോലെ, നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടൊന്നും അല്ലെന്നേ. നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ വർഷാവർഷം ഇതുപോലെ സാധനം പെറുക്കി നടക്കാനായിട്ട്? അതൊന്നും ആർക്കും ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ കൊണ്ട് നമ്മളങ്ങ് അങ്ങനെ ആയി പോകുന്നതാണ്. പിന്നെ ഈശ്വരൻ എന്നൊരാൾ മുകളിലില്ലേ, എന്തെങ്കിലും ഒരു വീടൊക്കെ ആകുമായിരിക്കും. എല്ലാവരുടെയും സ്വപ്നമാണെന്നേ ഒരു വീടെന്നുള്ളത്. അതിപ്പം ഇത്ര സന്തോഷവതിയാണ് നമ്മൾ വാടകയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഒരു നെഞ്ചിടിപ്പാണ്. നമ്മുടെ മക്കൾ അവിടെ ഭിത്തിയിലൊന്നും പടം വരയ്ക്കാൻ സ്വാതന്ത്ര്യം കാണത്തില്ല. മാസം അവസാനമാകുമ്പോൾ എങ്ങനെയെങ്കിലും വാടക കൊടുക്കണ്ടേ, അവർ വരുമ്പോഴത്തേക്കും ദൈവമേ അവരെന്തെങ്കിലും പറയുമോ. നമ്മുടെ മക്കൾക്കൊരു പേടിയാണ്. എല്ലാ സ്വാതന്ത്ര്യം നശിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടല്ലേ. ആ ഒരു വേദനയോട് കൂടിയാണ് ഓരോരുത്തരും വാടക വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പം ഇത്രയും നാളും വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് എനിക്കും അനുഭവമുണ്ട്, എൻ്റെ ചേച്ചിക്കും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളേ. അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചിയുടെയൊക്കെ പുതിയ വീട്. കുറച്ച് പാത്രമൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇന്നലെ വന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അടുക്കളയ്ക്ക് വളരെ സൗകര്യം കുറവാണ് കേട്ടോ. ഇവർ അമ്മയും മോളും പിന്നെ ഒരു 7 മണിക്ക് രാവിലെ ഇറങ്ങും, വൈകുന്നേരം ഒരു 6:30-7 മണിക്ക് തിരിച്ച് കയറത്തുള്ളൂ. ഒന്ന് കിടക്കുക, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പം ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. അപ്പം ഇതൊക്കെ ആയിട്ടോ ഞങ്ങളുടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഞങ്ങളുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്ബാക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ടാറ്റാ.